ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ നിന്ന് ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലേക്കാണ്. ഏകദേശം ഒരു 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് ഹൈവേയിലെ കാഴ്ചകൾ. ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു പെട്രോൾ സ്റ്റേഷനിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, മക്ഡൊണാൾഡ്സ്, പിന്നെ ഗ്രോസറി സ്റ്റോർ ഇതൊക്കെയുണ്ട്. ഹാസിമിന് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഗ്രോസറി ഷോപ്പുകളും സ്റ്റോപ്പ് പോയിൻറ്റുകൾ ഇതുപോലെയുള്ള ഹൈവേകളിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഓരോ 50 കിലോമീറ്ററിൽ ഒരു 40 കിലോമീറ്ററിലായിട്ട് ഇതുപോലെയുള്ള ഹൈവേകൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. ഇപ്പോൾ ഹാസിമൊക്കെ അല്ലേ ഇവിടെ നിന്ന് പ്രിങ്കിൾസ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാറ്റാടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഈ കാഴ്ചയെല്ലാം കാണുക. ലോകം മൊത്തം ഇങ്ങനെ റിന്യൂവബിൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു. ഇവിടെ ധാരാളം കാറ്റാടിപ്പാടുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഹൈവേയുടെ സൈഡിൽ നിന്ന് തന്നെ കാണാം. നല്ലൊരു മനോഹരമായ കാഴ്ചയാണത്. അപ്പോൾ അങ്ങനെ ഫ്രാൻസിൻ്റെ ബോർഡർ കഴിഞ്ഞ് ബെൽജിയത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. അങ്ങനെ കാര്യമായ ചെക്ക് പോസ്റ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയ ബോർഡ് ഇങ്ങനെ റൈറ്റ് സൈഡിൽ കാണും, ബെൽജിയം എന്ന് പറഞ്ഞിട്ട്. നമുക്കിനി ബ്രസൽസിലേക്ക്, ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായ ബ്രസൽസിലേക്ക് ഏകദേശം 80 കിലോമീറ്ററോടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമുക്കപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ ബ്രസൽസിലെത്തി ഗ്രാൻഡ് പ്ലേസിലേക്കാണ് പോകുന്നത്. ഗ്രാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ മാർക്കറ്റ്, പിന്നെ ഒരു സ്ക്വയർ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് അകലെ പാർക്ക് ചെയ്തിട്ട് ഗ്രാൻഡ് പ്ലേസിലേക്ക് നടന്നാണ് പോകേണ്ടത്. അപ്പോൾ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ ഇനി കുറച്ച് നടക്കണം എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ഏതായാലും നമുക്ക് പയ്യെ നടന്നു നോക്കാം. ബെൽജിയൻ വോഫിൾസ് കിട്ടുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് പോയി നോക്കാം. ഹായ് ഗായ്സ്, ഇപ്പോൾ നമ്മൾ ബെൽജിയത്തിൽ എൻ്റർ ചെയ്ത് എങ്ങോട്ടാണ് പോണത് എനിക്കറിയുന്നില്ല. അപ്പോൾ ഗ്രാൻഡ് പ്ലേസിലെ ആ സ്ക്വയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ടെന്ന് തോന്നുന്നു. കല്ലൊക്കെ വിരിച്ച വഴികളാണ്. ധാരാളം ആൾക്കാർ അതിൽ നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ധാരാളം ഷോപ്പുകളുണ്ട്. മെയിനായിട്ട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന സോനിയർ ഷോപ്പുകളും അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇതുപോലെയുള്ള നടപ്പാതകളിൽ ചെറിയ ചെറിയ ബാറ്ററി ഓപ്പറേറ്റഡ് വണ്ടികളുണ്ടെന്നല്ലാണ്ട് അതായത് ചെറിയ 2 വീലർ ഒന്നും പറയാൻ പറ്റില്ല അതിന്, വണ്ടികളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും കാഴ്ചകളൊക്കെ കണ്ട്. ഗ്രാൻഡ് പ്ലേസിനകത്തുള്ളൊരു വാക്കിംഗ് സ്ട്രീറ്റാണ്. വാക്കിംഗ് സ്ട്രീറ്റിൽ നമുക്ക് കാണാം എപ്പോഴും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. റെസ്റ്റോറൻറ്റിന് രണ്ട് സൈഡിലായിട്ട് ആൾക്കാരിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതായത് ഇതൊരു വൈബ് പ്ലേസാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിഗ്രിയൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു മനോഹരമായൊരു ചർച്ചുണ്ട്. നമുക്ക് ഏതായാലും നടന്നു നോക്കാൻ പറ്റും.
പൈസ കൊടുത്താൽ ഒപ്പം നിർത്തി ഫോട്ടോ എടുക്കുന്ന പ്രതിമകളെ പോലെ വേഷമൊക്കെ കിട്ടിയ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളേതായാലും അവിടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഗ്രാൻഡ് പ്ലേസിലേക്കാണ് എത്തേണ്ടത്. ഗ്രാൻഡ് പ്ലേസ് ഒരു സ്ക്വയറാണെന്ന് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഏകദേശം അവിടെ എത്തിയെന്ന് തോന്നുന്നു. ഈ കാണുന്നതായിരിക്കണം സ്ക്വയർ. അപ്പോൾ അതിലൊന്ന് പോയി നോക്കാം. ധാരാളം ആൾക്കാർ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. മെയിനായിട്ട് ടൂറിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം. ഏതായാലും ഗൂഗിൾ മാപ്പിൽ സ്ഥലം എത്തിയെന്ന് കാണിക്കുന്നുണ്ട്. അത് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പ്ലേസിലെത്തി. നടന്ന് കുറേ ദൂരം നടന്ന് ഇവിടെ എന്തോ മൂവി ഷൂട്ടിങ് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര പഴയ ടൈപ്പ് ബിൽഡിങ്ങുകളാണ്. ഒരു 11-ാം നൂറ്റാണ്ടിൽ പണി തുടങ്ങി 17-ാം നൂറ്റാണ്ടോ അങ്ങനെ ഏതാണ്ട് ആയപ്പോഴാണ് അത് തീർന്നതെന്നാണ് പണി തീർന്നതെന്നാണ് മനസ്സിലായത്. ഇവിടെയാണ് ബെൽജിയത്തിൻ്റെ അല്ലെങ്കിൽ ബ്രസൽസിൻ്റെ ടൗൺ ഹാൾ ഉള്ളത്. ടൗൺ ഹാൾ വളരെ പഴയൊരു ബിൽഡിങ്ങാണ്. ധാരാളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കച്ചവടക്കാർ പരിപാടികൾ അങ്ങനെയൊക്കെ അതിൻ്റെ നടക്കുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിന് വേണ്ട എല്ലാ പരിപാടികളുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര ഗ്ലാമറാണ്. എന്താണ് ഒരു ഗോൾഡൻ പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു കല്ലിൽ പണിതിട്ട് അതിൻ്റെ അത് ഗോൾഡൻ ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോയിൽ കണ്ട് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഗ്ലാമറസ് ബിൽഡിങ്ങുകളാണ്. അതൊക്കെ 11 തൊട്ട് 17-ാം നൂറ്റാണ്ട് വരെയാണ് അത് പണിതതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അതിൻ്റെ ഒരു പഴക്കവും. പക്ഷേ ഇന്നും ഇതിനൊരു കേടുപാടും ഇല്ലാതെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്തുന്നു. അടുത്ത പരിപാടി ബെൽജിയം വാഫിൾസ് കഴിക്കാനാണ്. ബെൽജിയത്തിൽ വാഫിൾസ് ഭയങ്കര ഫേമസ് ആണ്. വാഫിൾസ് ഉണ്ടായിരിക്കുന്ന അവർ തന്നെയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പല വെറൈറ്റീസ് ഓഫ് വാഫിൾസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ക്ലാസിക് ആയിട്ട് ചോക്ലേറ്റ് കോട്ടഡ് ആയിട്ട് പിന്നെ കുറേ ഡിഫറെൻറ്റ് ചോക്ലേറ്റ്സിൻ്റെ ബോൾസ് ഉള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ ഏത് സിറ്റി പോയാലും ചെയ്യുന്നൊരു കാര്യമാണ് സോവനീഴ്സ് വാങ്ങിക്കുക എന്നുള്ള സിറ്റിയിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു സോവനീഴ്സ് ആൻഡ് ചോക്ലേറ്റ് ഷോപ്പാണിത്. അവിടെ നിന്ന് കയറി വെക്കാം സോവനീഴ്സ് എങ്ങനെയുണ്ടെന്ന്. What is the problem with this thing? മനോഹരമായ ബെൽജിയൻ ചോക്ലേറ്റ്സും സോവനിയേഴ്സും എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് തോന്നുന്നത്. അതിൽ നമ്മളിവിടുന്ന് കുറച്ച് ചോക്ലേറ്റ്സും സോവനിയറൊക്കെ വാങ്ങിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പോൾ നമ്മളുള്ളത് ബ്രസൽസിലെ പ്രശസ്തമായ റോയൽ ഗാലറിയിലാണ്. ഇത് ആ ഗ്രാൻഡ് പ്ലേസിന് തൊട്ടടുത്ത് തന്നെ ആ സ്ക്വയറിനോട് ചേർന്ന് തന്നെയുള്ളൊരു ഏരിയയാണ്. ഒരു ഷോപ്പിംഗ് മാള് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റുകളാണ് മെയിനായിട്ട്. ചോക്ലേറ്റ്സ്, റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഇത് 1847 നിർമ്മിച്ചാണെന്നാണ് പറയുന്നത്. യൂറോപ്പിൽ തന്നെ ആദ്യത്തെയും
ഏറ്റവും പഴക്കമേറിയ ഒരു ഷോപ്പിംഗ് ഗാലറിയാണിത്. അപ്പോൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇരുന്ന് ധാരാളം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ഫീലാണ്, കാരണം മോൾ ഭാഗം ഓപ്പണാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു നോർമൽ ലൈറ്റും സംഭവങ്ങളെല്ലാം വരും. പിന്നെ ഈ ഷോപ്പിംഗ് സ്ട്രീറ്റുകളുടെ സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽ കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിന് ഇത്രയും ഭംഗി നൽകുന്നതിൻ്റെ റൂഫാണെന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ റൂഫ് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ കാസ്റ്റ് അയൺ കൊണ്ട് അതിനൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റൂഫിൽ നിന്ന് നാച്ചുറലായിട്ട് ലൈറ്റ് വരുമ്പോൾ ഈ ബിൽഡിംഗ് ഒത്തിരി വലുതാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് മൈക്കിൾ കത്തീഡ്രൽ കാണാനുണ്ട്. കത്തീഡ്രലിലേക്ക് ഒരല്പം നടക്കാനുണ്ട്. ഏകദേശം നമ്മളവിടെ എത്താറായി. അപ്പോൾ നമ്മൾ സെൻറ്റ് മൈക്കിൾ കത്തീഡ്രലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. ഗ്രൂപ്പ് ടൂറുകളിലുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അവരൊക്കെ പള്ളിയുടെ മുറ്റത്തോടെ പോകുന്നുണ്ട്. ഈ പള്ളി 13-ാം നൂറ്റാണ്ടിൽ ഒരു ഗോത്തിക് ശൈലിയിൽ നിർമ്മിച്ച കത്തീഡ്രലാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ഗംഭീരമാണ്. ഇതിൻ്റെ മുമ്പിലുള്ള ഈ ടവറുകൾ ഏതാണ്ട് 64 മീറ്റർ ഉയരമുണ്ട്. ഇതൊക്കെ 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം അതിന് എത്ര എഫേർട്ട് ഉണ്ടെന്ന്. പക്ഷേ അവർ ഇന്നും അതേ ഒരു സ്റ്റൈൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് പള്ളിയുടെയൊക്കെ. കത്തീഡ്രലിന് മുമ്പിലുള്ള ഒരു ഗാർഡനിൽ ഒരു പ്രതിമ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ അത് ബെൽജിയത്തിലൊരു പഴയ രാജാവാണ്. 1951 മുതൽ 1993 വരെയുള്ള ഒരു നീണ്ട കാലം ബെൽജിയം ഭരിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹമാണ്. ഫേമസ് സ്പാനിഷ് നോവലായ ഡോൺ കിഹോട്ടയിലെ ഡോൺ കിഹോട്ട ആൻഡ് സാൻചോ പാൻസ, ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ പ്രതിമയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ബ്രസൽസിലെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു എന്ന് മനസ്സിലായി. അപ്പോൾ അടുത്തത് നമ്മൾ ആൻറ്റ്വർപ്പിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മളിന്ന് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻറ്റ്വർപ്പിലേക്കുള്ള വഴിയിലാണ് ധാരാളം മനോഹരമായ ഇത്തരം കെട്ടിടങ്ങളുള്ളത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആൻറ്റ്വർപ്പിലേക്ക് പോകുന്നു. പക്ഷേ ആൻറ്റ്വർപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് അറ്റോമിയം എന്നൊരു നിർമ്മിതി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമുക്ക് ആൻറ്റ്വർപ്പിലേക്ക് പോകാൻ. ബ്രസൽസിൽ നിന്ന് ഏകദേശം അരമണിക്കൂറാണ് അറ്റോമിയത്തിലേക്കുള്ള ഡ്രൈവ്. നിങ്ങൾ കാണുന്നുണ്ട് അകലെ ഒരു ചെറിയൊരു സ്കൾപ്ചർ പോലെ ഒരു സാധനം കാണുന്നുണ്ട്. കുറച്ച് ബോൾസ് പോലെയുള്ള ഇതൊക്കെ ആയിട്ട് ഒരു ആറ്റത്തിൻ്റെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്താൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാം നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയി അവിടെ പോയി ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് പാർക്ക് ചെയ്ത് ഇത് കാണാൻ.
അപ്പോൾ ഇതാണ് അറ്റോമിയം. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ആറ്റത്തിൻ്റെ ഘടന വലിയൊരു സ്ട്രക്ചറായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Head northwest on Boulevard du Centenaire. 1958 ബ്രസൽസ് വേൾഡ് എക്സ്പോയുടെ ഭാഗമായിട്ടാണ് ഈ അറ്റോമിയം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ഷേപ്പ്, ഒരു 9 സ്ഫിയറുകൾ കണക്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഓരോ സ്ഫിയറിലും നമുക്ക് കയറാൻ പറ്റും. സ്റ്റേഴ്സും ഉണ്ട്, അല്ലാതെ ലിഫ്റ്റും ഉണ്ട്. ഏതായാലും നമ്മൾ കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയുടെ ഒരു വ്യൂ കാണാൻ പറ്റുമെന്നാണ് അറിഞ്ഞത്. ഏതായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. നമ്മൾ ആൻറ്റ്വർപ്പിലാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആൻറ്റ്വർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സോളം ഡ്രൈവ് ഉണ്ട്, ട്രാഫിക് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ടുള്ള വഴിയിലാണ് ഇപ്പോൾ നമ്മൾ. ആൻറ്റ്വർപ്പിലെത്തി ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്ത് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞു. അതൊരു റെയിൽവേ സ്റ്റേഷനാണ്, ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. ഏതാണ്ട് ഒരു 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ. 1900 പണിത റെയിൽവേ സ്റ്റേഷനാണ്. അതും അതിൻ്റെ ഒരു അടുത്ത് തന്നെ ഒരു പോസ്റ്റ് ഓഫീസും. റെയിൽവേ സ്റ്റേഷൻ്റെ അകമാണ് ഈ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പഴയ ഷോപ്പിംഗ് മാളോ പോലെ ഇരിക്കും. റെയിൽവേ സ്റ്റേഷനൊന്നും നമുക്ക് കണ്ടാൽ തോന്നുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ 1905 ഇത് നിർമ്മിച്ചത്. ഇത് ബെൽജിയത്തിൻ്റെ ഒരു ആർട്ടിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു റെയിൽവേ സ്റ്റേഷനായിട്ട് തോന്നുന്നില്ല, ഒരു മ്യൂസിയത്തിലെത്തിയ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നാം. എന്തായാലും ഇതൊക്കെ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ അതിൻ്റെ അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു സെൻട്രൽ ഹാൾ എന്ന് പറയാം. സെൻട്രൽ ഹാളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാമുകളൊക്കെ നടക്കാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കത്തീഡ്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് കൂടി വിളിക്കും. കാരണം ഒരു പള്ളിയുടെ ഇൻസൈഡ് പോലെയാണ് ഇതിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഏകദേശം ഒരു പള്ളിയുടെ ലുക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ കത്തീഡ്രൽ എന്ന് കൂടി വിളിക്കാറുണ്ട് ആൾക്കാർ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ കണ്ടിറങ്ങി അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണിത്. നമുക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം, ഫുഡ് കഴിക്കണ്ടേ. ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിൽ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്, ലൈറ്റ് പോകുന്നതിന് മുമ്പ് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ നല്ല ക്ഷീണമുണ്ടെന്ന് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നാളത്തെ കാര്യങ്ങളപ്പോൾ അങ്ങനെ അതിരാവിലെ തന്നെ നേരം വെളുത്തിരിക്കുകയാണ്. ഹാസിം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ഐബിസ് ആൻറ്റ്വർപ്പ്. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഹോട്ടലാണ്. താഴെ ഹാസിം കിടക്കുന്നു, മുകളിൽ സേറ രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് ബങ്ക് ബെഡിൽ. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പദ്ധതികളുണ്ട്, അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകാം നമുക്കിനി. ഏതായാലും ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ആൻറ്റ്വർപ്പിലാണ്. ആൻറ്റ്വർപ്പിലെ സിറ്റി ഹാളാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത്. പിന്നെ ഇത് മെയിനായിട്ട് ഒരു സിറ്റി സെൻറ്ററാണ്. ഗ്രോട്ടെ മാർക്കറ്റ് എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതൊരു മാർക്കറ്റ്, ഒരു എന്താ പറയുക, ഒരു നടക്കുന്ന സ്ഥലം, ഒരു സ്ക്വയർ. മെയിനായിട്ട് ടൂറിസ്റ്റുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം.
ഈ കാണുന്നതാണ് സിറ്റി ഹാൾ ബിൽഡിങ്. ഈ ഗ്രോട്ടോ മാർക്കറ്റ് സ്ക്വയറിൻ്റെ അകത്തുള്ള സിറ്റി ഹാൾ. ഇതിൻ്റെ അകത്തേക്ക് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. നമുക്കൊന്ന് കയറി നോക്കണം ഏതായാലും ഇതിൻ്റെ അകത്ത് എന്താണെന്ന്. ഒരു പഴയ ബിൽഡിങ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ നമുക്ക് കാണണം, എന്താണെന്ന് നോക്കാം. സിറ്റി ഹാളിൻ്റെ അകത്ത് കയറി കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. സിറ്റി ഹാളിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിറ്റി ഹാളിൻ്റെ ഒരു 4 ഡയമെൻഷണൽ ഓർ 6 ഡയമെൻഷണൽ വ്യൂ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ബാർബോസ് മോണുമെൻറ്റ്. ഇതൊരു ഫൗണ്ടൻ കൂടിയാണ്. 1887 ഉണ്ടാക്കിയൊരു സ്കൾപ്ചറാണ് എന്നാണ് മനസ്സിലായത്. ഒരു സ്കൾപ്ചറും അതിൻ്റെ മുകളിലൊരാൾ നിൽക്കുന്ന ഒരു സംവിധാനം. ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റേജസൊക്കെ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഡിഫൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ അകത്ത് കയറിയ സിറ്റി ഹാള്. ഇതൊരു സ്ക്വയർ പോലെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ. ഈ സ്ക്വയറിന് ചുറ്റും കുറേ ബിൽഡിങ്ങുകൾ, ചെറിയൊരു മാർക്കറ്റ്. പക്ഷേ അതൊന്നും തുറന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം സമയം ഇവിടെ ഒരു 10-40 പക്ഷേ ഇതൊന്നും കാണുന്നില്ല. ഇതൊരു ഈവനിങ് ആക്റ്റീവ് ആവുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു ഗ്രൂപ്പ് ഓഫ് വാക്കിംഗ് ടൂറിസ്റ്റുകളാണ് ഇവർ. അവരുടെ ടൂർ ഗൈഡ് അവർക്ക് എന്തോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിനി കുറച്ച് നടന്നു കഴിഞ്ഞാൽ വേറൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യമായി തിരക്കൊന്നും ഇല്ലാത്ത സ്ട്രീറ്റ്, രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഈവനിങ് ഹാപ്പനിങ് പ്ലേസാണ്. അപ്പോൾ വൈകിട്ട് വരാൻ നമുക്ക് ഇന്ന് സമയമില്ല, പിന്നെ ഒരിക്കലാവാം. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കോട്ട കാണാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന്. ഇതൊരു നടന്ന് അങ്ങനെ നമ്മൾ ഹെഡ്സ്റ്റീൻ ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണിത്. ഇതിൻ്റെ ഗോപുരങ്ങൾ കാണുന്ന ഈ പ്രദേശമാണ് ഇതിൻ്റെ പ്രവേശന കവാടം. ഇതൊരു മ്യൂസിയമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അറിയാൻ കഴിഞ്ഞത്. ഇത് കുറച്ച് നാൾ ഒരു ജയിലായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഏതായാലും എത്രയോ ശതാബ്ദങ്ങളായിട്ട് ഈ കോട്ട ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇതിനെ ഒരു പ്രിസർവ് ചെയ്യുന്ന ഒരു മോഡലാണ് രസം. അങ്ങനെ കോട്ടയ്ക്കുള്ളിലൂടെ കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് കോട്ടയുടെ അകത്തൂടെ തന്നെ കോട്ടയുടെ വെളിയിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു പ്രദേശമാണിത്. ഇതൊരു തടാകം പോലെ കാണുന്നു. ആൻറ്റ്വർപ്പ് ഒരു പോർട്ട് സിറ്റി തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം തടാകങ്ങളവിടെ കാണാൻ പറ്റും. ഏതായാലും അവിടെ ധാരാളം ക്രൂസ് ഷിപ്പുകൾ, അല്ലെങ്കിൽ മെയിനായിട്ട് ഇങ്ങനെയുള്ള ക്രൂസിങ്ങിന് പോകുന്ന ഷിപ്പുകളുണ്ട്. അല്ലാതെ റെസ്റ്റോറൻ്റായിട്ട് സ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്ന ഷിപ്പുകളുണ്ട്. ഇത് കണ്ടിട്ട് അതൊരു റെസ്റ്റോറൻ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഏതായാലും അത് കണ്ടിട്ട് ഇപ്പോൾ അത് ഓപ്പൺ ആണെന്ന് തോന്നുന്നില്ല. രാവിലെ ആയതുകൊണ്ടായിരിക്കും. എപ്പോഴും ഈവനിങ്ങുകളിലാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ആക്ടിവേറ്റ് ആവുക. അങ്ങോട്ട് പോകുന്ന വഴി വളരെ രസകരമായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഏതായാലും ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ജസ്റ്റ് അവിടെ വരെ നടന്ന് നമുക്ക് നോക്കാം എന്താ അവിടെ അതിൻ്റെ അറ്റത്തുള്ളതെന്ന്. എന്നിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടി വരും മിക്കവാറും. ഇവിടെ ഒന്നും ഏതായാലും ആരെയും കാണുന്നില്ല. നമുക്കപ്പോൾ കാര്യമായ പദ്ധതികളൊന്നും ഇന്നും ഇവിടെ നടക്കുന്നൊന്നുമില്ല. എല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ വൈകിട്ടാവും നമ്മളിവിടെ ആ സംഭവങ്ങളൊക്കെ ആക്ടിവേറ്റ് ആകുമ്പോൾ തോന്നുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ്. അപ്പോൾ ആ സ്ഥലം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.